മുൻ KPCC അധ്യക്ഷൻ CV പത്മരാജന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണി വരെ കൊല്ലം ആനന്ദവല്ലീശ്വര വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. രാജ്കുമാർ കൊല്ലത്ത് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ, കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിയോഗമെന്ന് സ്മരിച്ചിരുന്നു ഇന്നലെ കോൺഗ്രസ് നേതാക്കളൊക്കെ. ഇന്നത്തെ പൊതുദർശനമൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിൽ പതിറ്റാണ്ടുകളായി അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ തന്നെ ഈ ഭൗതിക ശരീരം ഉണ്ടാകും. നിലവിലെ KPCC പ്രസിഡന്റ്, AICC ജനറൽ സെക്രട്ടറി തുടങ്ങി കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതുപോലെ മന്ത്രിമാരൊക്കെ ഇവിടെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. തുടർന്ന് അദ്ദേഹം പതിറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന അദ്ദേഹം കെട്ടിപ്പടുത്തിയ ബാങ്കാണ് കൊല്ലം അർബൻ സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്കിൽ ഈ മൃതദേഹം ഭൗതിക ശരീരം അവിടെയും അല്പനേരം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം അദ്ദേഹം കൊല്ലത്ത് DCC പ്രസിഡൻ്റായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു, KPCC പ്രസിഡൻ്റായിരുന്നു. ആ നിലയിൽ പാർട്ടി ഓഫീസിലേക്ക്, DCC ഓഫീസിലേക്ക് അവിടെ കൊണ്ടുപോകും. 3 മണി വരെയാണ് അവിടെ പൊതുദർശനം. അതിനുശേഷം വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ പരവൂരിലെ കുടുംബ വീടിൻ്റെ ആ പരിസരത്തുള്ള ആ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം, അദ്ദേഹം അത് പറഞ്ഞിരുന്നു, എൻ്റെ ഭൗതിക ശരീരം അവിടെ സംസ്കരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമുണ്ട്. അത് പ്രകാരം കുടുംബങ്ങൾ ഒന്നിച്ചൊരു തീരുമാനമെടുത്താണ് ഇപ്പോൾ പരവൂരിലെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മകൻ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്? ഇത് 12:30 വരെ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇവിടുന്ന് കൊല്ലം അർബൻ ബാങ്കിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ഉദ്യോഗസ്ഥർ കണ്ട ശേഷം പിന്നീട് DCC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ നിന്നൊരു 3 മണിക്ക് ശേഷം പരൂർ കുടുംബ വീട്ടിൽ കൊണ്ടുപോയി അവിടെയാണ് സംസ്കാര ചടങ്ങ് നടത്തുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ലേ അവിടെ വേണമെന്ന് പണ്ട് മുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛനെ ഇപ്പോൾ ഓർക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിൽ അച്ഛൻ്റെ ഒരു പ്രത്യേകത, പലപ്പോഴും അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുത്തതിൽ, അതുപോലെ മന്ത്രിസഭയിൽ കരുണാകരൻ്റെ കാലത്ത് 2 തവണ അദ്ദേഹം മന്ത്രിയായിരുന്നു. AK ആൻ്റണിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അങ്ങനെ വലിയ ഒരു ഇതിലൂടെയാണ് കടന്നുപോയത്. UDFൻ്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും ഒക്കെ നിന്നിരുന്നു. എങ്ങനെ ഓർക്കുന്നു അച്ഛനെ പൂർണ്ണമായും കിട്ടിയിരുന്നു? അല്ല, അച്ഛൻ്റെ രാഷ്ട്രീയ ജീവിതവും വീട്ടിലെ ജീവിതവും തമ്മിൽ അങ്ങനെ വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. അത് വേറെ, ഞങ്ങൾ കുടുംബജീവിതം വേറെ. അതൊന്നും നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ഫാമിലി ലൈഫിനെ അങ്ങനെ ബാധിച്ചിട്ടേ ഇല്ല. അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിരുന്നു. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കും പത്രത്തിലെ വാർത്തകളിലൂടെയുള്ള ഇൻഫർമേഷനേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുണ്ട്. ഇപ്പോൾ ഓക്കെ. നിലവിൽ ഇപ്പോൾ അദ്ദേഹം മകൻ സജി സൂചിപ്പിച്ചതുപോലെ ഭൗതിക ശരീരം ഇവിടുന്ന് 12:30-ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് അവിടെ നിന്ന് DCCയിലേക്കും DCCയിൽ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ പരവൂരിലെ സംസ്കാര ചടങ്ങുകളും മറ്റും നടത്തും. ഇത് 3 തവണ, അതായത് കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭയിൽ 2 വട്ടം അദ്ദേഹം 2 മന്ത്രിസഭയിൽ അംഗമായിരുന്നു. പിന്നീട് AK ആൻ്റണിയുടെ കാലത്തും അദ്ദേഹം മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് KPCC പ്രസിഡന്റ്, കൊല്ലം DCC വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലയിലൊക്കെ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം ഒരു പണിയെടുത്ത ഒരാൾ കൂടിയാണ്. മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തിന് വലിയ തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന തരത്തിലൊക്കെ പല ഇടപെടലുകളൊക്കെ നടന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. ഈശ്വരവിശ്വാസിയായിരുന്നു. അതേസമയം അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. ശ്രീനാരായണ ഗുരുദർശനങ്ങളെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് മുൻ മന്ത്രി കൂടിയായിരുന്ന CV പത്മരാജൻ. മുഖ്യമന്ത്രിയുടെ ഒരു ചുമതല, ഒരു പ്രത്യേക ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ചുമതല കൂടി അദ്ദേഹം നിർവഹിച്ചിരുന്നു. വിനീഷ.
ശരി, കൊല്ലത്തു നിന്നുള്ള CV പത്മരാജന്റെ വീട്ടിൽ നിന്നാണ് രാജ്കുമാർ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അന്തരിച്ച മുൻ KPCC അധ്യക്ഷൻ CV പത്മരാജന്റെ പൊതുദർശന നടപടികളുടെ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒപ്പം ഇന്ന് വൈകിട്ടോടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക, അതേ സംബന്ധിച്ച് പറയുകയായിരുന്നു രാജ്കുമാർ. ഏതായാലും വലിയ നഷ്ടമാണ് കോൺഗ്രസിനും രാഷ്ട്രീയ മേഖലയ്ക്കും പൊതുവെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ പറയുന്നത്.